ഇന്ന് നമ്മൾ ബീട്രൂട്ട് തോരനാണ് വെക്കാൻ പോകുന്നത്. 2 ബീട്രൂട്ടാണ് കഴുകി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്. എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടി മുളക് പൊടി ചേർത്താലും മതിയാവും. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവോള ഇടാം, പക്ഷേ ഉള്ളി ഇടുമ്പോഴാണ് തോരന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു 8 വലിയ ഉള്ളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഈ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാന് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 ചുവന്ന മുളക് കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. ഇത് നന്നായി 1 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക. ഇത് തുടർച്ചയായി 1 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബീട്രൂട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല, കാരണം നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടച്ച് വെച്ചാൽ തന്നെ വെന്ത് കിട്ടും. പക്ഷേ നമ്മൾ ഓരോ മിനിറ്റും കൂടുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവിങ് പാനിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.